അത്തർ മിക്സ് ചെയ്യണം. അത്തർ മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരുപാട് ഐറ്റംസ് അത്തർ ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്നതാണ്. പണ്ടത്തെ ദി എമിറേറ്റ്സ് ഊത്, പിന്നെ ഇത് എൻ്റെ സ്വന്തം മിക്സ്, ഒരു 2-3-4 എണ്ണം മിക്സ് ചെയ്ത് ഒരു മിക്സ്, പിന്നെ ഇവിടെ വേറെ ഡോവ്, പിന്നെ ലേഡീസ് എന്നൊക്കെ പറയുന്നത് പെണ്ണുങ്ങൾക്കുള്ള ഒരു സൈസ്. ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ എടുത്തിട്ട് അതിൽ പിന്നെ നമ്മൾ ഇനി ഇടുന്ന പ്രധാന ഒരു വിഭവം കാണിച്ചു തരാം. ഒരു ഇത് കുന്തർക്കാണ്. ഉണ്ടോ കുന്തർക്ക നല്ല മണമാണ്. ഇതിന് കത്തിക്കണ്ടല്ലോ, ഭയങ്കര മണം. ഓക്കെ, ഇതൊക്കെ ഒരു ഒറിജിനൽ കുന്തർക്കാണ്. ഈ കുന്തർക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡബ്ബയിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കുന്തർക്കാണ്. അതിൽ വേണമെങ്കിൽ ഒരു കുറച്ചുകൂടി ഇടാം. നല്ല തരം കുന്തർക്ക വേറെ ഉണ്ട്. ഇത് കുറച്ച് തിന്നാൻ പറ്റുന്നൊരു കുന്തർക്കാണ്. ഇതൊക്കെ ഒമാനെന്ന് വാങ്ങിയതാണ്. എന്താ ഇതൊക്കെ ശരിക്കും തിന്നാം. ഈ കുന്തർക്ക തിന്നാം, ബബിളുകമായിരിക്കും. അതാണ് വായിലിടാണ്. നല്ലൊരു പീസ് ഇതാ വായിലാണ് കിടക്കണം. എന്നിട്ട് അതിന് നീരൊക്കെ കുടിക്കാൻ നമുക്ക്, അതിന് ചണ്ടി തുപ്പിയാൽ മതി ലാസ്റ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കുന്തർക്ക എടുത്തിട്ട് ഈ ഡബ്ബയിൽ കിടും. പിന്നെ എന്നിട്ട് അവിടെ ഇതാ വലിഞ്ഞു പോട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്യാൻ പോണതിന് ഊത് എല്ലാം മിക്സായ ഈ സാധനങ്ങൾ ഈ കുന്തർക്കത്തിലിട്ടൊരു മിക്സാണ് ഇനി കേട്ടോ. ഇങ്ങനെ ഒരു അത്ര ഒരാൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം ഒരിക്കലും അത് മാർക്കറ്റിൽ നിന്ന് കിട്ടൂല. ഉണ്ടോ? അപ്പോൾ ഇതന്നെ ഒരു 3 ഞാൻ മിക്സ് ചെയ്താണ്. ആ 3 കൂടെ ഞാൻ എന്താ വെച്ചാൽ കുന്തർക്കം കൂടി മിക്സ് ചെയ്തു. ഇനി ഈ ഒരു അത്ര നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റായിട്ടാണ് കൊടുത്താലുള്ളൊരു വില കുലുക്കണം കേട്ടോ. വിളിക്കേ ഇനി ഇത് ഇങ്ങനത്തെ കുപ്പികൾ, കാലി കുപ്പികൾ ഇഷ്ടം പോലെ മാർക്കറ്റിൽ കിട്ടും. വെറും 3 രൂപയുള്ള ഒരു കുപ്പിക്ക്, ഇതിൻ്റെ മൂടി അടക്കം 3 രൂപ. ഇത് ഇതിൽ മിക്സ് ചെയ്യാം, നിറക്കുക. ഒരു കുപ്പി നിറച്ചു, എന്നിട്ട് അതിൻ്റെ കാർക്കിട്ട് നമുക്ക് മൂടിയിട്ട് ഇങ്ങനെ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ അയാൾക്ക് ഒരിക്കലും ഈ മണം എവിടുന്നും കിട്ടൂല. ഒരു പ്രത്യേക മണം നമ്മളെ ഓർക്കും. ഈ മണം ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയതല്ലേ, നമ്മളെ മാത്രം ഓർക്കും. ഇത് ഒരു ലേഡീസ് സ്മെല്ലാണ് ഈ സാധനം കേട്ടോ. ഇനി പുരുഷന്മാർക്കുള്ള സ്മെൽ നമുക്ക് വേറെ, ഇതൊക്കെ ലേഡീസ് സ്മെല്ലാണ്. ഇതൊക്കെ പുരുഷന്മാർക്ക് നമ്മൾ നിറച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് പെരുന്നാളാണ്, ബലി പെരുന്നാൾ. ബലി പെരുന്നാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം. നമ്മളെ കുടുംബത്തിലെ ഒക്കെ പോവുക, എന്നിട്ട് ഇങ്ങനെ നിറച്ചിട്ട് കൊടുക്കുകയാണ്. ഓരോരുത്തർക്കും മിക്സ് ചെയ്ത അത്തർ, മാർക്കറ്റിൽ കിട്ടാത്ത അത്തർ ഇങ്ങനെ കൊടുക്കുക ആണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ ഒരു ലേഡി സ്മെല്ല് കേട്ടോ. അതിൽ ജാസ്മിൻ ചേർത്തിട്ടുണ്ട്. ജാസ്മിൻ ചേർന്ന് കഴിഞ്ഞാൽ അത് കയറി കിടക്കും. ജാസ്മിൻ ഒരിക്കലും കുറച്ച് കൂടുതൽ വയ്ക്കരുത്. അത് പെണ്ണുങ്ങൾക്കൊക്കെ ചിലർക്കൊക്കെ ഇഷ്ടമാണ് ഈ ജാസ്മിൻ. അപ്പോൾ ആ ജാസ്മിൻ ചേർത്തതാണ് അവിടെ മാറ്റി വെച്ചതുണ്ട്. പിന്നെ നമുക്ക് ഈ ജാസ്മിനിൽ നമുക്ക് പിന്നെ പുൽത്തൈലം കുറച്ചായിട്ട്, പുൽത്തൈലാണ് ഈ പുൽത്തൈലം ആഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലർക്ക് ആ പുൽത്തൈലത്തിൻ്റെ ജാസ്മിനും പുൽത്തൈലും ഈ കുന്തർക്കും കൂടി ചേർന്നാൽ ഒരു അടിപൊളി മണം വേറെ വരും. അപ്പോൾ ഒരു ചോദിക്കും എന്താ ഇത് മണം, പീടികയിൽ ഒരിക്കലും കിട്ടില്ല. ഇങ്ങനെ വെറൈറ്റി ഇതൊരു ബിസിനസ് ആക്കുക. ഇത് ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് അങ്ങനെ പിന്നെ ഇന്നൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ നിറച്ച് പല പല മണം നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിനൊരു ലാബലാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വില ഇപ്പം നമുക്ക് എത്ര വരിക, ഏറിയാൽ ഒരു 20 റുപ്യയുടെ താഴെ ഒരു 15 റുപ്യ ഇതിൻ്റെ വില വരുള്ളൂ. എന്തായാലും 50 റുപ്യ 100 റുപ്യക്കാണ് ഈ പള്ളിയുടെ മുമ്പിലൊക്കെ വെച്ച് ഇങ്ങനെ വിൽക്കുന്നത്, ലാബിലൊക്കെ ഇട്ടിട്ട്. എത്രയോ ആൾക്കാരുടെ ജീവിത മാർഗ്ഗമാണ്. പക്ഷെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അവിടെ നിന്ന് വാങ്ങിയത് അങ്ങനെ വിൽക്കരുത്, മിക്സ് ചെയ്തിട്ട് വിൽക്കണം. അപ്പൊ ഏതായാലും ബലി പെരുന്നാൾ, ഇന്ന് പെരുന്നാൾ 1 നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് കുടുംബത്തിക്ക് ഇങ്ങനെ കൊണ്ടേ കൊടുത്തിട്ട് ദുആ ചെയ്യാൻ പറയാം. ഇതാണ് ഇപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് കൊടുക്കേ, ഇനി പിന്നെ കാശിന് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ നമുക്ക് കോഴിക്കോട് പോയാൽ, നിങ്ങൾക്ക് മറ്റേ മർക്കസിൽ പോയാൽ ഇഷ്ടംപോലെ ഇത് കിട്ടും. അവിടെ ഹോൾസെയിൽ വിൽക്കുന്നുണ്ട് മർക്കസ് കോംപ്ലക്സിൽ കേട്ടോ. കോഴിക്കോട് മാവൂർ റൂട്ടിലെ മർക്കസ് കോംപ്ലക്സിൽ, ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ്. പിന്നെ തിരൂര് ഫോറിൻ മാർക്കറ്റിൽ ഇപ്പൊ അടച്ചു കിടക്കുകയാണ്, അവിടെയും അതിന്റെ ഹോൾസെയിൽ കടയുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്കത് വാങ്ങാം. വേറെ പലയിടത്തും ഉണ്ടാവും, എനിക്കറിയില്ല. ഇങ്ങനെ ഈ പാത്രം കിട്ടില്ല കേട്ടോ. ഈ ഒരു പാത്രം നമ്മൾക്ക് പ്രത്യേകം ക്യാഷ് കൊടുത്ത് വാങ്ങണം. അവരിങ്ങനത്തെ പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ ആയിരിക്കും തരിക. അതിൽ ഒരിക്കലും നിങ്ങൾ വെക്കരുത്. ഇതിന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറ്റണം. കാരണം ഇത് പ്ലാസ്റ്റിക്കും ഇതും കൂടി ഉരുകി വേറെ മണമാകും, കേടാകും. അപ്പോൾ എപ്പോഴും ഈ അലുമിനിയത്തിന്റെ പാത്രത്തിൽ പിന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ. ഇതൊക്കെ ഞാൻ ഒരു പെട്ടിയിലൊക്കെ ആക്കാം. ഇനിയിപ്പോൾ നല്ല നല്ല പെട്ടികളിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ രസമാകും.
എൻ്റെ അടുത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പല ടൈപ്പ് കളക്ഷൻസ് ഇങ്ങനെ മേടിച്ച് കൊണ്ടുവരും. എന്നിട്ട് ഏതാണോ നല്ല സ്മെല്ല് അതിനെ മാത്രം മാറ്റി വെച്ചിട്ട് ഈ ഒരു കുപ്പിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഈജിപ്തിലെ ഊതാണിത്. ഈജിപ്തിൽ നേരെ കൊണ്ടുവന്നതാണ്. ഒരു പ്രത്യേക മണം, എല്ലാവർക്കും ഈ മണം പറ്റില്ല. ഈ നീറ്റടക്ക ചീഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയും അയ്യേന്ന് പറയും, ചിലവർ ഹായ് എന്ന് പറയും. അത് സ്പെഷ്യലാണ്. പിന്നെ അതൊക്കെ ഓരോ ഇതും ഇങ്ങനെ ആക്കി വെച്ചാണ്. പിന്നെ അവിടുന്ന് കിട്ടുന്നത് ഈ ജാതി ഇതിലായിരിക്കും. ഇപ്പോൾ ഡോവ് ഇങ്ങനെയൊക്കെ കുപ്പിയിലാണ് അവർ നിറച്ച് തരിക. ഒരിക്കലും ഈ ഒരു കുപ്പിയിൽ കൊടുത്തിട്ട് ഇങ്ങനെ വെക്കരുത്, ഉടനെ ഇതിൽ നിന്ന് മാറ്റണം. ഈ ടൈപ്പ് അലുമിനിയത്തിൻ്റെ കുപ്പി മേടിച്ച് വേണം ഇതൊക്കെ സൂക്ഷിക്കാൻ. പിന്നെ ഇതൊക്കെ സ്പ്രേ വകുപ്പുകളാണ്. ഇതിലൊക്കെ ആൽക്കഹോൾ ഉണ്ടാകും. ഇതിലൊന്നും അങ്ങനെ ആൽക്കഹോൾ ഉണ്ടാവില്ല, അത്ര ആൽക്കഹോളില്ല. പിന്നെ ഇതൊക്കെ അജ്മൽ എന്നൊക്കെ പറയുന്ന വലിയ ബ്രാൻഡഡ് സാധനമാണ് കേട്ടോ. അജ്മൽ ഇതൊക്കെ ദുബായിലെ വലിയ നല്ല വിലയുള്ള സാധനം തോന്നുന്നുണ്ട്. ഓരോരുത്തർ ഗിഫ്റ്റ് വരുന്നതാണ്, ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ ഇത് ഒരു വേറെ നിങ്ങൾക്ക് അറിയും. പിന്നെ ഇതെന്താണ്ട് ഇത് ബുഖൂർ ഇന്ന് പള്ളിയിൽ കൊണ്ടുപോയിട്ട് കത്തിച്ചത് ഞാനിതാണ്. അല്പം ഈ ബുഖൂർ എടുത്തു. ഇതെന്താ ബുഖൂർ എന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക്. ബുഖൂർ എന്ന് പറഞ്ഞാൽ ഈ പുകയ്ക്കണ, അറബികളൊക്കെ ഉലുവാനം കുന്തർക്കും പുകയ്ക്കണ പോലെ പുകയ്ക്കണതാണ്. ഇതൊരു കട്ട. ഇതിൽ നിന്ന് ഒരു അല്പം എടുക്കുക, അതൊരു ബോൾ പോലെ ഉണ്ടാക്കി വെച്ചാൽ നല്ല മണം. അത് കരിഞ്ഞ് കഴിഞ്ഞാൽ ചൂടാക്കണം. ഇതിൽ നിന്നൊരു അല്പം എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇത് മിക്സ് ചെയ്യുക. അതായത് നമ്മളെ കുന്തർക്ക എന്ന് പറയുന്ന സാധനം. കുന്തർക്കൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അത് തിന്നാൻ പറ്റിയ മോഡൽ. ഇത് പിന്നെ അതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റിയാണ് ഈ ഡബ്ബയിലുള്ള സെക്കൻഡ് ക്വാളിറ്റി. ഡബ്ബ ഒന്നും അതിൻ്റെ അല്ലേ, പിന്നെ ആ ക്വാളിറ്റി. പിന്നെ കുന്തർക്കും ഇതും കൂടി മിക്സ് ചെയ്യുക. സോറി, ആ ബൊഹോറും ഈ കുന്തർക്കും കൂടി മിക്സ് ചെയ്യുക. അത് ചൂടാക്കുന്ന ഒരു പാത്രം ഉണ്ട്, പരിചയപ്പെടുത്തരാം. ആ ഹീറ്റർ നേരെ ഇതാണ് മിക്സ് ചെയ്തിട്ട് ചൂടാക്കണ സാധനം. ഇതിൽ നമ്മളിട്ടത് ഇതിലിട്ട് ഓണാക്കണം. യെസ്, ഇത് ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ചൂടായി വരും. ഇപ്പോൾ ഞാൻ പള്ളിയിൽ കൊണ്ടുപോയിട്ട് കത്തിച്ചിട്ട് കൊണ്ടുവന്നാണിത്. ഇത് കണ്ടോ, ഇതാണ് ഇത് കരിഞ്ഞു പോയി അല്ലേ. ഇതാണ് ബുഖൂർ എന്ന് പറഞ്ഞ സാധനം. ഇനി ഇത് പറ്റില്ല, ഇനി ഇതിൽ പുതിയതിട്ട് കൊടുക്കണം. ഇവിടെയാണ് ഇതാണ് കുന്തർക്കം. ഇതിപ്പോൾ ഏകദേശം കരിഞ്ഞു. ഇനി നമുക്കിത് ഒഴിവാക്കിയിട്ട് ഇതിൽ പുതിയിട്ട് കൊടുക്കണം. ഇതിങ്ങനെ ചൂടാവും. ഈ പാത്രം നമ്മൾക്ക് മാർക്കറ്റിൽ കിട്ടും, ചെറിയൊരു ഹീറ്ററാണ് കേട്ടോ. ഈ ഊതും അത്രയൊക്കെ വിൽക്കുന്നവർ തന്നെ കിട്ടും. ഇതിങ്ങനെ പുകഞ്ഞ് വരും. പിന്നെ ഇതിൻ്റെ പാക്കിങ്ങിലാണ് ഇവിടെ കാര്യങ്ങൾ കുറേയൊക്കെ എടുക്കുന്നത്. നല്ല നല്ല പെട്ടികളുണ്ടാവും ഇതിനും. സൂപ്പർ പെട്ടികൾ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഈ പെട്ടിയൊക്കെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും. ഈ പെട്ടിയിലൊക്കെ പൊതിഞ്ഞും കൊടുത്താൽ ഇതിൻ്റെ വില പിന്നെയും കൂടി. പാക്കിങ്ങിന് വലിയ ഒരു മുസാഫ് പോലെ ഒരു ബുക്ക് പോലെ ഉണ്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് സോഫയൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല കിടക്കൻ സോഫയും. അതിലൊക്കെ കണ്ട് വെച്ചുകൊടുത്താണ്ടല്ലോ ഇതിൻ്റെ വില പിന്നെയും കൂടി. അപ്പോൾ ഒരു വലിയ VIP ഒക്കെ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു പാക്കൊക്കെ വെച്ചിട്ട് അത്തറിനേക്കാളും വില കൂടുതൽ പാക്കിനായിരിക്കും. അങ്ങനെ കൊടുക്കണം. അപ്പോഴാണ് ഇനിയിപ്പോൾ അങ്ങനത്തെ കുപ്പികൾ കുറച്ചും കൂടി ഭംഗിയുള്ളതുപോലത്തെ കുപ്പിയൊക്കെ കിട്ടും ഉണ്ടോ. ഈ കാലി കുപ്പിയൊക്കെ കുറച്ച് പ്രൈസ് കൂടുതലാണ് കാലി കുപ്പിക്ക്. മറ്റത് 3 രൂപയുള്ള ചെറുതിന്. ഈ ടൈപ്പൊക്കെ ഒരു 10 രൂപയ്ക്ക് ഒക്കെ കിട്ടും. 8 രൂപ 10 രൂപയ്ക്ക് ഈ കുപ്പി കിട്ടും. ഞാനിപ്പോൾ നിറച്ചതൊക്കെ 3 രൂപ. പിന്നെ നോക്കി നിങ്ങൾ ഇങ്ങനത്തെ ബാഗിലൊക്കെ ആക്കി കൊടുക്കുക. ഇതിലിട്ടിട്ട് ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് ബാഗിലാക്കി കൊടുക്കുക. നല്ല കീസിൽ വേണ്ട ഇതിലൊക്കെ പൊതിഞ്ഞിങ്ങനെ കൊടുത്താൽ നല്ല ഭംഗിയാണ്. പിന്നെ വേണ്ട ഇതൊക്കെ മാർക്കറ്റിൽ കിട്ടും. ഇത് നമ്മൾ വണ്ടിയിൽ തൂക്കിയിടാനുള്ളതാണ്. വേണ്ട ഇതിൽ അത്തർ നിറക്കുക. ഇതിൽ അത്തർ നിറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വണ്ടിയിൽ ഇങ്ങനെ കെട്ടി തൂക്കുക. കെട്ടി നല്ല ഭംഗിയോ. അപ്പോൾ ഇതിങ്ങനെ കുലുങ്ങും. വണ്ടി ഇങ്ങനെ കുലുങ്ങുമ്പോൾ ഇളകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ അത്തർ ഈ ഒരു മരത്തിൻ്റെ ഇതിലേക്ക് വരും. ഇതൊരു മരത്തിൻ്റെ ഒരു പ്രത്യേക ഒരു കട്ട. അതിലൂടെ ചെറിയ സ്മെല്ല് വണ്ടിയിൽ ഇങ്ങനെ കിട്ടും. നമ്മുടെ പിന്നെ റൂം സ്പ്രേക്കൊക്കെ പകരം എയർ ഫ്രഷ്നറിനൊക്കെ പകരമൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുക. ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ രസം. അതിൽ കൂടെ അത്തർ നിറയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. നല്ല ഭംഗിയാണ് ഉണ്ടാവും. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്, പല പല മോഡലുകളിലും കളറിലും ഒക്കെ നമുക്കിങ്ങനെ കൊടുക്കാം. ഇതാണ് ആ കട്ട എന്ന് പറയുന്ന മരത്തിൻ്റെ. ഇതിൽ കൂടെ കുറേശ്ശെ ഇങ്ങനെ ഇവിടേക്ക് വരും, ഈ മണം വരും. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അറിയണമെങ്കിൽ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ നിങ്ങൾ സംശയമൊക്കെ ചോദിച്ചോളി. ആർക്കെങ്കിലും ഒരു ജീവിത മാർഗ്ഗം അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു സാധനം കണ്ടെങ്കിൽ പുൽത്തൈലാണ്. ഇത് പുൽത്തൈലം മാർക്കറ്റിൽ കിട്ടും. ഇതിപ്പോൾ 500 മില്ലിയാണ് പുൽത്തൈലം. 850 രൂപയുടെ ഒറിജിനലാണ് കിട്ടും. ഇതിൽ ഒരുപാട് തരം ഉണ്ട് കേട്ടോ. അതായത് കോഴിക്കോട് ഒരു ടീം നിറച്ച് കൊടുക്കണതാണ്. ഞാനിവിടെ രണ്ടത്താണി ഹോൾസെയിൽ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് മേടിച്ചാണ്. ഇന്ന് പെരുന്നാൾക്ക് മേടിച്ചു പുൽത്തൈലം.
ഇത് ചെറിയ ചെറിയ കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ നിറച്ച് വിൽക്കുന്ന എത്രയോ ജീവിതമാർഗങ്ങളുണ്ട്. ഇവിടെ ഞാനതന്നെ അല്ലാതെ കൊടുന്നത്, അതും പിന്നെ പുൽത്തൈലവും നമ്മുടെ അത്തറും മറ്റ് ഈ സാധനങ്ങളൊക്കെ ചേർന്നാൽ ഒരു പ്രത്യേക മണം വരും. അതിന് വേണ്ടിയിട്ട് അത്തർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുന്നത്. നമ്മൾ വീട് കഴുകാനും മറ്റുമൊക്കെ പുൽത്തൈല യൂസ് ചെയ്യാം നിങ്ങൾക്ക്, അത് വേറെ. ഏതായാലും ഇതൊക്കെ കൂടി നിങ്ങൾക്കൊരു ജീവിത മാർഗ്ഗമാണെങ്കിൽ നടക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് അത് ഇടുന്നത്. അല്ലാതെ ഇതിൻ്റെ ഒരു മാസ്റ്ററൊന്നുമല്ല ഞാൻ, ഇതിൻ്റെ ഒരു ഹോബിയാണ്, ഇതിൻ്റെ ഒരു സൈഡാണ്. ഇതൊന്നും ബിസിനസ് ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ ബിസിനസ് ആക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു ജീവിത മാർഗ്ഗമല്ലേ നിങ്ങൾ ചെയ്തോളി. ഈ കുപ്പിൻ തന്നെ അത്തർ കടയിൽ കിട്ടും. ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ ഒരു കാലിക്കുപ്പി 3 റുപ്യാണ് ഈ ചെറുതിന്, വലുതാകുമ്പോൾ 7 റുപ്യ 10 റുപ്യൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബിസിനസ് ആക്കി ഒരു പേരിട്ട് ബ്രാൻഡ് ആക്കണം എന്നൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. വെറും കാലിക്കുപ്പി ഇങ്ങനെ കൊണ്ടു കൊടുക്കരുത്, നിങ്ങളൊരു പേരിട്. ആ മണം പിന്നെ നിങ്ങൾ ആ മിക്സിങ് എഴുതി വെക്കണം. നിങ്ങൾ എങ്ങനെയെങ്കിലും ഓരോന്നും അല്ല, ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഓരോന്നിനും ഓരോ ഡ്രോപ്പ് എടുത്തിട്ട് നിങ്ങളൊരു കുപ്പിയിലാക്കിയിട്ട് മണത്ത് നോക്കണു അതിൻ്റെ ചേരുവകൾ എത്ര ഡ്രോപ്പാണ് ഓരോ അത്തർ ഉപയോഗിച്ചത് എന്ന്, മീൻസ് ഓരോ സാധനങ്ങൾ നിങ്ങൾ മിക്സ് ചെയ്ത് എന്ന് നോക്കിയിട്ട് വേണം മിക്സ് ചെയ്യാൻ. എന്നാൽ ആ അളവ് നിങ്ങൾക്ക് കിട്ടും, ഇത്ര മില്ലിക്ക് ഇത്രയാണ്. ആ അളവ് എഴുതി വെച്ച് കറക്റ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം, അപ്പോഴേ ഒരു മണമായി കിട്ടും എല്ലാവർക്കും കൊടുക്കുമ്പോൾ. മറ്റത് ഇന്നൊന്ന് നാളെ വേറൊന്ന് ആൾക്കാർ പറയും ഇതല്ലല്ലോ എന്ന് പറയും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ് എന്ന്. ഹംസ 5 മുക്കിൽ 2